എന്തായിരിക്കും നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ അകത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ EMF, then ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ അകത്ത് ഇറ്റ് റിക്വയർസ് EMF റിക്വയർ ആണ്, then ഇലക്ട്രോകെമിക്കലിന്റെ അകത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് EMF മീൻസ് എന്തായിരിക്കും ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ അകത്ത് എന്താണ് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ അകത്ത് എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നടക്കും. റിയാക്ടൻസ് തമ്മിലുള്ള സ്പോണ്ടേനിയസ് ആൻഡ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സംഭവിക്കും. സോ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി. ദെൻ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാണ് ജനറേറ്റ് ചെയ്യാണ്. സോ അവിടെ എന്താണ് ഒരു EMF ദാറ്റ് ഈസ് ആ ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ്. മീൻസ് എന്താണ് അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്ത് എന്താണ് നമുക്ക് ഇറ്റ് റിക്വയർസ് EMF ആവശ്യമാണ്. നമ്മൾ ഇലക്ട്രോലൈസിന്റെ അപ്പാരറ്റസ് കണ്ടതാണ്. 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അതിനെ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ആ ഇലക്ട്രോഡ്സിനെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്ത് പ്രൊവൈഡ് ചെയ്യാണ് EMF പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു, ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ആ ഒരു ഇലക്ട്രിക്കൽ എനർജിയാണ് പിന്നെ എന്തായിട്ട് മാറുന്നത് കെമിക്കൽ റിയാക്ഷനിലേക്ക് മാറുന്നത്. സോ ഹിയർ എന്താണ് നമ്മൾ ഒരു EMF കൊടുക്കണം, ഒരു ഫോഴ്സ് കൊടുക്കണം. സോ ഇറ്റ് റിക്വയർസ് ആൻ EMF. സോ അതാണ് സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, ആനോഡ് ഈസ് പോസിറ്റീവ് ആൻഡ് കാഥോഡ് ഈസ് നെഗറ്റീവ്. സോ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആനോഡ് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ആണ്, ആൻഡ് കാഥോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. സോ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ ആനോഡ് ഈസ് പോസിറ്റീവ് ആൻഡ് കാഥോഡിനെ നമ്മൾ എടുക്കുന്ന എന്തായിട്ടായിരിക്കും നെഗറ്റീവ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആനോഡ് ഈസ് നെഗറ്റീവ് ആൻഡ് കാഥോഡ് ഈസ് പോസിറ്റീവ്. ആനോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും നെഗറ്റീവ് ആണ്, കാഥോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവും കാഥോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും പോസിറ്റീവുമായിരിക്കും. Then അടുത്ത ഡിഫറൻസ് വരുന്നത് എന്തിലായിരിക്കും ദാറ്റ് ഈസ് ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ അറ്റ് ബോത്ത് ദ ഇലക്ട്രോഡ്സ്. രണ്ട് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ 2 ഇലക്ട്രോഡ്സ് ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ അറ്റ് ബോത്ത് ഇലക്ട്രോഡ്സ്. 2 ഇലക്ട്രോഡ്സിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അയോൺസിന്റെ ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഓൺലി അറ്റ് കാഥോഡിലായിരിക്കും അയോൺസിന്റെ എന്ത് സംഭവിക്കുന്നത് ഡിസ്ചാർജിങ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു മെറ്റൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് അതിന്റെ അയോൺസിനെ എന്ത് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ഹിയർ നാലാമത്തെ ഡിഫറൻസ് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ അകത്ത് രണ്ട് ഇലക്ട്രോഡ്സിലും എന്ത് ചെയ്യുന്നുണ്ട് അയോൺസിന്റെ ഡിസ്ചാർജിങ് സംഭവിക്കുന്നുണ്ട്, ഡിസ്ചാർജിങ് ഓഫ് അയോൺ സംഭവിക്കുന്നുണ്ട്. ബട്ട് ഇലക്ട്രോ കെമിക്കൽ സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഡിസ്ചാർജസ് ഓഫ് അയോൺസ് ഓക്വർ ഓൺലി അറ്റ് കാഥോഡിൽ മാത്രമായിരിക്കും എന്ത് സംഭവിക്കുന്നത് അയോൺസിന്റെ ഡിസ്ചാർജിങ് സംഭവിക്കുന്നത്. എന്ത് ചെയ്യത്തില്ല ആനോഡിൽ അയോൺസിന്റെ ഡിസ്ചാർജിങ് സംഭവിക്കുന്നില്ല, കാഥോഡിലാണ് അയോണിന്റെ ഡിസ്ചാർജിങ് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്ന നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒക്വർ. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ദാറ്റ് ഈസ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു റിയാക്ടൻസിന് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അതിനകത്ത് സ്വാഭാവികമായിട്ടും നാച്ചുറൽ ആയിട്ട് റിയാക്ഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നില്ല. ബട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് എന്ത് ചെയ്യാണ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഫോഴ്സ് ചെയ്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുക ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നാച്ചുറലി ഉണ്ടാവാതെ എന്ത് ചെയ്യുന്നു ഫോഴ്സ് ചെയ്യിച്ചിട്ട് റിയാക്ഷൻ ഉണ്ടാക്കുകയാണ്. സോ ഇറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ അതെന്തായിരുന്നു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. കാരണം അവിടെ എന്താണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ ഇലക്ട്രിസിറ്റി കൊടുത്ത് എന്ത് ചെയ്യാണ് നമ്മൾ ഫോഴ്സ് ചെയ്ത് എന്ത് ചെയ്യുകയാണ് ഒരു റിയാക്ഷൻ ഉണ്ടാക്കുകയാണ്. സോ ഇറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇനി കെമിക്കൽ സെല്ലിന്റെ കേസിൽ എന്തായിരിക്കും സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും ഒക്കെ പറയുന്നത്. കാരണം എന്താണ് നമുക്ക് അവിടെ എക്സ്റ്റേണലി ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, ആ റിയാക്ടൻസ് തമ്മിൽ നാച്ചുറലി എന്ത് ചെയ്യും റിയാക്ട് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്തോളും ഉണ്ടായിക്കോളും. സോ ഹിയർ എന്ത് ചെയ്യാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സംഭവിക്കും. റിയാക്ടൻസ് തമ്മിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സംഭവിക്കും. മീൻസ് എന്താണ് നാച്ചുറലി അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അവിടെ ആ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്, എക്സ്റ്റേണലി ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടല്ല സംഭവിക്കുന്നത്. സോ അതാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഓക്കെ, സോ ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ കേസിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്, ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ ലാസ്റ്റ് ഈസ് ദീസ് ആർ ഇറിവേഴ്സിബിൾ ആണ്. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ മീൻസ് എന്തായിരിക്കും നമ്മൾ ദാറ്റ് ഈസ് ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് മാറ്റി ദെൻ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല തിരിച്ച് അതിന്റെ ഇനിഷ്യൽ ഫോമിലേക്ക് ആക്കാൻ പറ്റത്തില്ല.
സോ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറിവേഴ്സിബിൾ ആണ്. ദെൻ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിവേഴ്സിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് മെയിൻ ഡിഫറൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ. The first is it is used for the conversion of electrical energy to chemical energy. Then in case of electrochemical cell, it is used for the conversion of chemical energy to the electrical energy. Then the second difference here, electrolytic cell requires EMF. In electrochemical cell, it produces EMF. And in case of electrolytic cell, anode is positive and cathode is negative. And for electrochemical cell, anode is negative and cathode is positive. And next, in case of electrolytic cell, discharge of ion occurs in both the electrode. നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇലക്ട്രോഡ്സിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അയോൺസിന്റെ ഡിസ്ചാർജിങ് സംഭവിക്കുന്നുണ്ടായിരിക്കും. ബട്ട് ഹിയർ ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ അകത്ത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ് മാത്രമായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്ന, അടുത്ത ഇലക്ട്രോഡ് എന്ത് ചെയ്യാണ്? അതിനെ ഗെയിൻ ചെയ്യാണ്. സോ ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ ചെയ്യുന്നത് ഉള്ളി അറ്റ് എവിടെയായിരിക്കും? കാഥോഡിലായിരിക്കും ഡിസ്ചാർജിങ് ഓഫ് അയോൺസ് ഒക്വർ ചെയ്യുന്നത്. അടുത്ത എന്ത് ഡിഫറൻസ് ആണ്? ദാറ്റ് ഇസ് നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്ത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. Then in case of electrochemical cell, spontaneous reaction occurs. Then the last difference is the electrolytic cell is irreversible, and for electrochemical cell it is reversible. It may reversible. Okay. So ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലൈറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോകെമിക്കൽ സെൽ. ഇനി അടുത്ത നമ്മൾ കമ്പയറിംഗ് ദിസ് ഇലക്ട്രോലൈറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോകെമിക്കൽ സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലും ഇലക്ട്രോകെമിക്കൽ സെല്ലും തമ്മിൽ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് അറ്റ് ആനോഡ് ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് കാഥോഡ്. ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയായിരിക്കും? ആനോഡിലായിരിക്കും. റിഡക്ഷൻ നടക്കുന്ന എവിടെയായിരിക്കും? കാഥോഡിലാണ്. സോ ഓക്സിഡേഷൻ മീൻസ് നമുക്കറിയാം എന്താണ്? റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിഡക്ഷൻ മീൻസ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഗെയിൻ ചെയ്യുന്നു. സോ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും റിഡക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? കാഥോഡിലുമായിരിക്കും നടക്കുന്നത്. ഓക്സിഡേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ മീൻസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. സോ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലും. സെയിം ഇലക്ട്രോകെമിക്കൽ സെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് അറ്റ് ആനോഡ്. ഓക്സിഡേഷൻ നടക്കുന്ന എവിടെ തന്നെയാണ്? ആനോഡിൽ തന്നെയാണ്. റിഡക്ഷൻ നടക്കുന്ന എവിടെ തന്നെയാണ്? കാഥോഡിൽ തന്നെയാണ്. Then അടുത്തത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. ഹിയർ എന്താണ്? ആനോഡിൽ നിന്ന് കാഥോഡിലായിരിക്കും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്ത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ സംഭവിക്കുന്നത് ആനോഡ് ടു കാഥോഡ് ആണ്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. സിമിലർലി ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ അകത്തും ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ആനോഡ് ടു കാഥോഡ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ആനോഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത് മീൻസ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നത് ആനോഡാണ്. സോ ഗെയിൻ ചെയ്യുന്നത് ആരാണ്? കാഥോഡാണ്. സോ ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടായിരിക്കും അവിടെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. സെയിം അതുപോലെ തന്നെയാണ് ഇലക്ട്രോകെമിക്കൽ സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലിലും ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഈസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. Then electrons leave the cell at the anode and enter the cell at കാഥോഡ്. സോ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആനോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് ലീവ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? കാഥോഡിലേക്ക് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നു. സിമിലർലി ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ അകത്തും ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് ലീവ് ചെയ്യുന്നു. ദെൻ എൻ്റർ ദ സെൽ അറ്റ് കാഥോഡ് സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. കാരണം എന്താണ്? കാരണം ഹിയർ ആനോഡാണ് നമുക്ക് ഓക്സിഡേഷൻ നടക്കുന്നത്. ദെൻ കാഥോഡിലാണ് എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺസിനെ ആനോഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ കാഥോഡ് എന്തായിരിക്കും ചെയ്യുന്നത്? ആ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. സോ ഇലക്ട്രോൺസ് ലീവ് ചെയ്യുന്നത് ആനോഡിൽ നിന്നാണ്, എൻ്റർ ചെയ്യുന്നത് കാഥോഡിലേക്കാണ്. രണ്ടിലും എന്താണ്? സിമിലർ. സോ ഇതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ് ഇതൊക്കെ. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ കമ്പാരിസൺ ചോദിച്ചാൽ നമ്മൾ ഇത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് electrochemical cells. It is a device which converts chemical energy into electrical energy.
കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് കെമിക്കൽ എനർജീനെ എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വോൾട്ടൈക് സെൽ ഓർ ഗാൽവാനിക് സെൽ. വോൾട്ടൈക് സെൽ എന്നും പറയും, അതുപോലെ തന്നെ ഗാൽവാനിക് സെൽ എന്നും പറയും. So first electrochemical cell, it's a device. എന്താണ്? It's a device which converts chemical energy to electrical energy. Chemical energyനെ electrical energy ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുന്നത്. It is also called as ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ തന്നെ വോൾട്ടൈക് സെല്ലും ഗാൽവാനിക് സെൽ എന്നും പറയും. സോ ഇലക്ട്രോകെമിക്കൽ സെല്ലിന് പകരം ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലൈറ്റിക് സെൽ ആൻഡ് ഗാൽവാനിക് സെൽ എന്ന് ചോദിച്ചാൽ ഗാൽവാനിക് സെൽ എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് പകരം നമുക്ക് ഗാൽവാനിക് സെൽ എന്നും പറയാം, വോൾട്ടൈക് സെൽ എന്നും പറയാം. ഓക്കെ, A cell is a single arrangement. A cell is a single arrangement of two electrodes and an electrolytic solution capable of yielding electricity due to chemical reaction within the cell, or of producing chemical reaction due to the passage of electricity through the cell. So a cell എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സിംഗിൾ അറേഞ്ച്മെന്റ് ആണ്. അതിൻ്റെ അകത്ത് രണ്ട് ഇലക്ട്രോഡും കാണും, ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനും ഉണ്ടാവും. അപ്പോൾ രണ്ട് ഇലക്ട്രോഡും ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനും ഉണ്ടാവും. ദെൻ ഇപ്പോൾ അതെന്തിന് കേപ്പബിൾ ആണ്? ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫീൽഡിംഗ് ഇലക്ട്രിസിറ്റി. കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാവും ചെയ്യുന്നുണ്ട്. അനദർ എന്തായിരിക്കും പറയുന്നത്? ദാറ്റ് ഈസ് ആ ഒരു സെല്ലിൻ്റെ അകത്ത് means here yielding electricity due to chemical actions within the cell. ഈ സെല്ലിൻ്റെ അകത്ത് കെമിക്കൽ ആക്ഷൻസ് നടന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? പ്രൊഡ്യൂസിങ് കെമിക്കൽ ആക്ഷൻ ഡ്യൂ ടു പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ സെൽ. സെല്ലിലൂടെ ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കാം? കെമിക്കൽ റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സിംഗിൾ അറേഞ്ച്മെന്റ് ആണ്. അതിൻ്റെ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്, ദെൻ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഉണ്ട്. സോ ഈ ഒരു സെല്ല് എന്തിന് കേപ്പബിൾ ആണ്? ദാറ്റ് ഈസ് ഈ ഒരു സെൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സെല്ലിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാം. ഓർ എന്താണ്? നമ്മൾ എക്സ്റ്റേണലി എന്ത് കൊടുത്തിട്ട്, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എനർജി ഫോഴ്സ് കൊടുത്ത് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ആ സെല്ല് രണ്ട് ടൈപ്പ് ആവാം. ഏതൊക്കെയാണ്? yielding electricity due to chemical reaction or producing chemical action due to passage of electricity through the cell. Each cell is made of two electrode and electrolyte. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ സെല്ലും ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡും കാണും, ഒരു ഇലക്ട്രോലൈറ്റും കാണും. The electrode with where oxidation occur. Okay, so each cell is made of two electrodes. ഒരു സെല്ലിൻ്റെ അകത്ത് രണ്ട് ഇലക്ട്രോഡും കാണും, അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ദ ഇലക്ട്രോഡ് വെയർ ഓക്സിഡേഷൻ ഒക്കുവർ. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ്. ഓക്സിഡേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത്, മീൻസ് ഏത് ഇലക്ട്രോഡാണോ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്, ആ ഇലക്ട്രോഡായിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. വൈൽ ദ ഇലക്ട്രോഡ് വെയർ ദ റിഡക്ഷൻ ഒക്കുവർ ഈസ് കാൾഡ് കാഥോഡ്. അപ്പോൾ ഏത് ഇലക്ട്രോഡാണോ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നത്, മീൻസ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു മീൻസ് ഓക്സിഡേഷൻ നടക്കുന്നത്, അതെന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. ദെൻ വൈൽ ദ ഇലക്ട്രോഡ് വെയർ ദ റിഡക്ഷൻ ഒക്കുവർ ഈസ് കാൾഡ് കാഥോഡ്. ഏത് ഇലക്ട്രോഡിലാണോ ഇലക്ട്രോൺസ് ഗെയിനിങ് സംഭവിക്കുന്നത്, അതായത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്, അതെന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു മീൻസ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്ട് ആസ് കാഥോഡ്. ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോഡ് ആനോഡായിട്ടും, റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോഡ് കാഥോഡായിട്ടുമായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാനിയൽ സെൽ. ഓക്കെ, ഡാനിയൽ സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. സോ ഈ ഡാനിയൽ സെല്ലിന്റെ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഇറ്റ് സെൽ റെപ്രസെന്റേഷൻ ഒക്കെ നമുക്ക് നോക്കാം. സോ ഇറ്റ്സ് ഡാനിയൽ സെൽ, ഇറ്റ്സ് എ ഇലക്ട്രോ കെമിക്കൽ സെൽ. കൺസിഡർ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ഇൻ വിച്ച് സിങ്ക് ഇലക്ട്രോഡ്. അപ്പോൾ ഡാനിയൽ സെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലാണ്.
അവിടെ എന്താ ചെയ്യുന്നത്, നമ്മളൊരു സിങ്ക് ഇലക്ട്രോഡ് എടുക്കുന്നു, ദെൻ അതിനെ ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നു, ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോപ്പർ ഇലക്ട്രോഡ് എടുക്കുന്നു, ദെൻ അതിനെ എവിടെയായിരിക്കും, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. സോ ഡാനിയൽ സെൽ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. സോ ഡാനിയൽ സെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോഡ് എടുക്കുന്നുണ്ട്. 2 ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിങ്ക് ഇലക്ട്രോഡും ഒരു കോപ്പർ ഇലക്ട്രോഡും ആണ് എടുക്കുന്നത്. ദെൻ സിങ്ക് ഇലക്ട്രോഡ് എടുക്കുന്നു, ദെൻ അതിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ തന്നെ സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നു, ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അതായത് സിങ്ക് ഇലക്ട്രോഡ് എടുത്ത് സിങ്ക് റോഡ് എടുത്ത് സിങ്ക് ഇലക്ട്രോഡ് എടുത്ത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദെൻ ഞാൻ അടുത്ത് എടുക്കുന്ന കോപ്പർ ഇലക്ട്രോഡ് ആണ്, അതിനെ എടുത്ത് ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്ത് ചെയ്ത് വെക്കുന്നു, ഡിപ്പ് ചെയ്ത് വെക്കുന്നു. Then എന്താ പറയുന്നത്, the two solutions are separated by a salt bridge and each electrode is referred to as half cell. So ഈ 2 ഇതിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ എന്താണ്, സിങ്ക് റോഡ് വിത്ത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കോപ്പർ റോഡ് വിത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ദിസ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സോൾട്ട് ബ്രിഡ്ജ്. ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു യു ഷേപ്പിൽ കാണുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇതിനെ ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്ത് എന്ത് ചെയ്തേക്കാണ്, സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ചെയ്യുന്നത്. So here these two solutions are separated by a salt bridge and each electrode is referred to as a half cell. This cell is represented by, so here ഈ ഒരു ഇതിനെ, ദാറ്റ് ഈസ് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഹാഫ് സെൽ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെക്സ്റ്റ് ഹാഫ് സെൽ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹിയർ ഈച്ച് പോർഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ സെപ്പറേറ്റ് ഹാഫ് സെൽ. സോ ഹിയർ ഇതാ പറയുന്നത് എന്താ, 2 solutions are separated by a salt bridge and each electrode, ഓരോ ഇലക്ട്രോഡിനെയും എന്തായിട്ടായിരിക്കും, ഒരു ഹാഫ് സെൽ ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ സിംഗിൾ ഇലക്ട്രോഡിന്റെ വരുന്നത് ഒരു ഹാഫ് സെല്ലും കോപ്പറിന്റെ വരുന്നത് അടുത്ത ഹാഫ് സെൽ. സോ ഈ 2 ഹാഫ് സെൽ ചേർന്നിട്ടുള്ള ഒരു സിംഗിൾ സെല്ലാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഡാനിയൽ സെൽ എങ്ങനെയാണ്, ദാറ്റ് ഈസ് നമ്മൾ 2 ഇലക്ട്രോഡ് എടുക്കുന്നു, ദാറ്റ് ഈസ് എന്തായിരിക്കും, സിംഗിൾ ഇലക്ട്രോഡും അതുപോലെ തന്നെ കോപ്പർ ഇലക്ട്രോഡും, ദെൻ സിംഗിൾ ഇലക്ട്രോഡിനെ അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു, കോപ്പർ ഇലക്ട്രോഡിനെ അതിന്റെ തന്നെ സൊല്യൂഷനിൽ എന്ത് ചെയ്തു, ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദെൻ ഈ 2 സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നു, യൂസിങ് എ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നു. ദെൻ ഒരു ഇലക്ട്രോഡ്, ഈച്ച് ഇലക്ട്രോഡ് എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഒരു ഹാഫ് സെൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. മീൻസ് ഇതൊരു ഹാഫ് സെൽ ആൻഡ് ഇതൊരു ഹാഫ് സെൽ, ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. Okay, the 2 solutions are separated by a salt bridge and each electrode is referred to as a half cell. This cell, അപ്പോൾ ഈ സെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, that is here ഈ സെല്ലിനെ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്, here സിങ്ക് ഇലക്ട്രോഡ് അതിനെ എന്ത് ചെയ്യാണ്, that is സിങ്ക് ഇലക്ട്രോഡ്, that is a solid, അതാണ് സിങ്ക് ഇലക്ട്രോഡ്. അതിനെ എവിടെയായിരിക്കും ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ, ദാറ്റ് ഈസ് അക്വസ് സൊല്യൂഷൻ സിങ്ക് 2+, ദാറ്റ് ഈസ് എന്ത് ചെയ്തു, സിങ്കിനെ നമ്മൾ എന്ത് ചെയ്തു, ഡീകമ്പോസ് ചെയ്ത് Zn2+ഉം അതുപോലെ തന്നെ SO4 2- ആക്കുന്നു. സോ സിങ്ക്, ദെൻ സിങ്ക് അക്വസ് സൊല്യൂഷൻ, ദെൻ എന്താണ് കോപ്പറിനെ, എന്താണ് കോപ്പർ 2+ അക്വസ് സൊല്യൂഷൻ, ദെൻ കോപ്പർ ആയിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, സോളിഡ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. സോ ആ ഒരു സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ എന്ത് ചെയ്തേക്കുന്നു, ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. ദെൻ ഹിയർ ദിസ് ബാർ റെപ്രസെന്റ് ദ സോൾട്ട് ബ്രിഡ്ജ്, അതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നു, ദാറ്റ് ഈസ് ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നു. ദെൻ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക്, ദാറ്റ് ഈസ് കോപ്പറിന്റെ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്ത് വെച്ചേക്കുന്നു, കോപ്പറിനെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. Zn, here it is a electrode that is solid, the metal, then Zn2+ represent the aqueous solution, that is it is dipped on its own salt solution, that is Zn2+, that is aqueous. Then double bar, it is separated by a salt bridge and then അടുത്തത് എന്തായിരിക്കും, അടുത്ത ഹാഫ് സെല്ലിൽ എന്തായിരിക്കും വരുന്നത്, Cu2+, that is കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നു, that is Cu2+ aqueous solution, then എന്താണ് കോപ്പർ. സോ നമ്മൾ സെൽ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ നേരത്തെ +2 എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇതായിരിക്കും നമ്മളെ ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ഇതായിരിക്കും നമ്മുടെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ സെൽ റെപ്രസെന്റേഷനും നമ്മൾ കണ്ടു. ഓക്കെ, സോ ഹിയർ ദ സിങ്ക് മെറ്റൽ അറ്റ് ദ ആനോഡ്. അപ്പോൾ ഹിയർ സിങ്ക് മെറ്റൽ ഉണ്ട്, ഹിയർ സിങ്ക് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ആനോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ കോപ്പർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, കാഥോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ദിസ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ കേസിൽ എവിടെയാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, എവിടെയാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്, അപ്പോൾ നമ്മളത് നേരത്തെ കണ്ടതാണ്. ദാറ്റ് ഈസ് നമ്മൾ ഡിഫറൻസ് നോക്കിയപ്പോൾ കണ്ടതാണ്.
ദാറ്റ് ഈസ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ അകത്ത് ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? കാഥോഡിലുമാണ്. സോ ഹിയർ നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് സിങ്ക്. ആൻഡ് ഹിയർ കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് കോപ്പർ. സോ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും റിഡക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? കാഥോഡിലും ആയിരിക്കും നടക്കുന്നത്. സോ ഹിയർ സിങ്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത്. ആൻഡ് കാഥോഡിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. മീൻസ് എന്തായിരിക്കും? ഈ സിങ്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസിനെ ലീവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സിങ്ക്. സിങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നു മീൻസ് ഓക്സിഡേഷൻ എന്താണ്? ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു. സോ സിങ്ക് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. ദെൻ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്? കോപ്പർ ആണ്. സോ കോപ്പറിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ സംഭവിക്കുന്നത്. റിഡക്ഷൻ മീൻസ് എന്തായിരിക്കും? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ നടക്കുന്ന എവിടെയായിരിക്കും? ഈ കാഥോഡിലായിരിക്കും ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഹിയർ എന്ത് ചെയ്യാണ്? സിങ്ക് നമ്മൾ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓൾട്ടിമീറ്ററിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോൾട്ട് ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്? ദാറ്റ് ഈസ് ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഫ്രീ ഫ്ലോ ഓഫ് അയോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അതാണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഫ്രീ ഫ്ലോ ഓഫ് അയോൺസിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇത്രയും പറഞ്ഞു. ദെൻ നമ്മുടെ സിങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ കോപ്പറിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? റിഡക്ഷൻ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഓക്സിഡേഷൻ മീൻസ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു. ഹിയർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്സിഡേഷൻ നടക്കുന്നു. സിങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നു മീൻസ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. സിങ്ക് എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് സിങ്ക്. സോ സിങ്ക് എന്തായിട്ട് മാറാണ്? സിങ്ക് 2++2 ഇലക്ട്രോൺ. ഓക്കെ, സിങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? ഓക്സിഡേഷൻ നടക്കുകയാണ്. സോ സിങ്ക് എന്ന് പറയുന്ന ഡീകമ്പോസ് ചെയ്ത് Zn 2++2 ഇലക്ട്രോൺ.